ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakara. PV Anwar തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നൽകിയതുൾപ്പെടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച 25 നാമനിർദ്ദേശ പത്രികകളിൽ 7 സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയതോടെ മത്സര രംഗത്തുള്ളത് 18 പേർ. സ്വതന്ത്രനായി അൻവർ നൽകിയിരിക്കുന്ന പത്രിക സ്വീകരിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. സാങ്കേതിക കാരണങ്ങളാലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ അൻവർ നൽകിയ പത്രിക തള്ളിയത്. തൃണമൂൽ അംഗീകൃത ദേശീയ പാർട്ടിയല്ല. കേരളത്തിൽ സംസ്ഥാന പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം അനുവദിക്കണമെങ്കിൽ പത്രിക സമർപ്പിക്കുന്നതിന് 3 ദിവസം മുമ്പ് നേതൃത്വത്തിന്റെ കത്ത് ഹാജരാക്കണം. പത്രിക സമർപ്പിച്ച 2-നാണ് അൻവർ കത്ത് നൽകിയത്. പത്രികയിൽ 10 വോട്ടർമാർ നാമനിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ പാർട്ടി പിന്തുണയുള്ള സ്വതന്ത്രൻ എന്ന നിലയിൽ സ്വീകരിക്കാമായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. അൻവറിന്റെ പത്രികയിൽ ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശം ചെയ്ത് ഒപ്പുവെച്ചത്. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുടെ പത്രികയും ഇതേ കാരണത്താലാണ് നിരസിച്ചത്. അൻവർ സാദത്ത് സ്വതന്ത്രനായി നൽകിയ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. SDPI സ്ഥാനാർത്ഥി സാദിഖ് നടുതൊടി നൽകിയ 3 പത്രികകളിൽ 1 തള്ളി. പെരിന്തൽമണ്ണ സബ് കളക്ടർ കൂടിയായ വരണാധികാരി അപൂർവ ത്രിപാഠിയാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തം